ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. നമുക്കിത് ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു ഗ്ലൗസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലൗസ് എടുത്തു. അതിനുശേഷം നമുക്ക് ഒരു പാക്കറ്റ് പ്ലാസ്റ്റർ പാരീസ് എടുക്കാം, പിന്നെ ഒരു കപ്പും. എന്നിട്ട് അതിലേക്ക് പ്ലാസ്റ്റർ പാരീസ് ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കി നമ്മൾ ഇപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഉടങ്ങി നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ശേഷം നമ്മൾ എടുത്ത് വെച്ചെന്നാൽ ഗ്ലൗസിലോട്ട് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടാം. അതിൽ എയറൊന്നും നിൽക്കാത്ത വിധം നല്ലോണം ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ കെട്ടിയിട്ട് അതിന് ശേഷം നമുക്ക് നിലത്ത് വെച്ച് നല്ലോണം ഒന്ന് അതിൻ്റെ കൈയൊക്കെ നമ്മുടെ കൈ പോലെ ഇരിക്കണ പോലെ തന്നെ വിരലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പയ്യെ പ്രസ്സൊക്കെ ചെയ്ത് നമുക്ക് നിലത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലത്ത് പ്രസ് ചെയ്ത് വെച്ച ഭാഗം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഇച്ചിരി അതിൻ്റെ ഉള്ളത്തെ എയറൊക്കെ വന്നതൊക്കെ ആയിട്ട് ഒക്കെ ഉള്ളതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ശേഷം അതൊന്ന് നമുക്കിത് ആ ഗ്ലൗസ് ഒന്ന് മുറിച്ച് കളയാം. നമുക്കിത് ആ ഗ്ലൗസ് ഒന്ന് ഇതിൻ്റെ മുകളിൽ നിൽക്കാം. ഗ്ലൗസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് തന്നെ സാധനം നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാക്കിൽ ഇതേ കുറച്ച് എയറൊക്കെ നിന്നതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്കതൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്കൊന്ന് ഉരച്ച് കളയാം. ഇപ്പം നമ്മുടെ ഉരച്ച് നല്ലോണം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം വേണം. ഇപ്പം നമ്മൾ കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുത്തു. ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡാണ് എടുത്താണ്. എന്നിട്ട് നമുക്ക് അതിൽ വെച്ച് ഒട്ടിക്കണം. അപ്പം ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണേ. അപ്പം നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അടിയിൽ, കാരണം നല്ലോണം അടിയിലിരിക്കേണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററായിട്ട് നമുക്കിത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഒട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു കപ്പിൽ കുറച്ച് പ്ലാസ്റ്റർ പാരീസ് കലക്കിയിട്ട് കാർഡ്ബോർഡ് നമുക്കത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫുള്ള് കാർഡ്ബോർഡിലൊന്ന് തേച്ച് നല്ലൊരു ഫിനിഷായിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ പാരീസിലെ കാർഡ്ബോർഡിലൊക്കെ ഫുള്ളും തേച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്കിപ്പോൾ സ്പ്രേ പെയിൻ്റ് ആയാലും ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യാം. നമുക്കത് ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ അടിച്ചിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.